നമ്മളും നമ്മുടെ ഒരു പ്രഭാതം അത് പോസിറ്റീവായി തന്നെ ആരംഭിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ മാനവീയം വീതിയിൽ നിൽക്കുന്നത്. അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളെ തന്നെയാണ് കേട്ടോ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ളത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഞാൻ കുറച്ച് ഹിന്റ് തരാം, അപ്പൊ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ബുള്ളറ്റ് റൈഡറാണ്. കേരളത്തിലെ ആദ്യത്തെ വിമൻസ് ബുള്ളറ്റ് ക്ലബിന്റെ സ്ഥാപകയാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച വ്യക്തിയാണ്. അതോടൊപ്പം നമ്മുടെ റൈഡർമാരുടെ എല്ലാം സ്വപ്ന നേട്ടമായ അയൺ ബട്ട് സ്വന്തമാക്കിയ ആളാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ സ്വന്തം ഷൈനി ചേച്ചി. വെൽക്കം ടു ദി ഷോ. എങ്ങനെയുണ്ട്? എവിടെ ഇപ്പൊ അവസാനമായിട്ട് പോയിട്ട് വന്നത്? എവിടെ? ആദി കൈലാസിലാണ് അല്ലേ പോയത്? അത് എത്ര നാൾ മുമ്പായിരിക്കും പോയത്? ഈ കഴിഞ്ഞ നവംബറിൽ ഫിനിഷ് ചെയ്ത് വന്നു. ഓ ശരി ശരി. അപ്പൊ നമുക്ക് ആദി കൈലാസിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് ഷൈനി ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ തന്നെ തുടങ്ങാവുന്നല്ലേ? നമുക്കൊരു എന്താ പറയുക, ആ ഒരു ജേർണിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നമുക്ക് ആദി കൈലാസ് വരെ എത്തി നിൽക്കാന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി, അതായത് ഒരുപാട് സ്ത്രീകള് സ്വപ്നം കാണുന്ന ഒരു പദവി എന്നാണോ അല്ലെങ്കിൽ ആ ഒരു ലൈഫിലൂടെയാണ് ഇപ്പൊ ചേച്ചി പോകുന്നത്, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. അതായത് ഒരു കാലത്ത് സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു ജേർണിയാണ്, ലൈഫാണ് ചേച്ചിയുടേത്. അപ്പം ആദ്യമായിട്ട് ഒരു സോളോ ട്രിപ്പ് പോയത് എങ്ങോട്ടാ? തുടക്കത്തിലാണോ ഉദ്ദേശിക്കുന്നത് അതോ ജീവിതത്തിൽ ആദ്യമായിട്ട്? ഇവിടുന്ന് ലഡാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു രണ്ടുപേരുമായിട്ടാണ്. പക്ഷെ അത് ഒരു സൈഡ്. സെക്കൻഡ് സൈഡ്, അതായത് ലഡാക്കിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നത് സോളോ ആയിട്ടാണ്. ഓ അത് ശരി. അപ്പൊ ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഞാനത് ചെയ്തത്. ഒരു സൈഡ് ഇപ്പോ നേരത്തെ തന്നെ ഞങ്ങളുടെ ആ ഒരു കണ്ടീഷനിൽ ഉണ്ടായിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. കാരണം സാധാരണ എല്ലാവരും ലഡാക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേ ഡൽഹി ചെന്ന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുക, അല്ലെങ്കിൽ ചണ്ഡീഗഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ലഡാക്ക് ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരിക. തിരിച്ചു വന്ന് അവർ വണ്ടി പാഴ്സൽ ചെയ്ത് വരും. കാരണം എല്ലാവരുടെയും ജോലി കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ 1% റൈഡിന്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നവര് വൺ സൈഡ് മാത്രം പോകും. പക്ഷെ എന്റെ ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നു, എനിക്ക് രണ്ട് സൈഡും പോയി വരണമെന്നുള്ളത്. അപ്പൊ ഒരു സൈഡ് എനിക്ക് അവരുമായിട്ട് ആദ്യം പോയപ്പോ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലായി ഇവരുമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്ന്. അപ്പൊ പിന്നെ എന്തായാലും അവരുടെ ആ പറഞ്ഞതിന്റെ ഒരു ഇതില് ഒരു സൈഡ് പോയി, ഒരു സൈഡ് ഞാൻ ഒറ്റയ്ക്ക് വന്നു. അപ്പം ഈ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് പോയതല്ലായിരുന്നു. അത് പക്ഷെ ഒരിക്കലും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു, അങ്ങനെ പോയതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോ അത് എൻജോയ് ചെയ്തു. അങ്ങനെയാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്രകൾ കുറച്ചുകൂടി ചെയ്യാം. ഇത്രയും ലോങ് അല്ലാതെ ഞാൻ മീൻസ് ഷോർട്ട് റൈഡ് ഒരു 5-10 ദിവസം വരെയുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു വലിയ ലോങ് എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് അത്. ആ ഒരു ടൈമില് ഇപ്പോ സ്വന്തമായിട്ട് യാത്ര പോകാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം റൈഡേഴ്സ് ആയിട്ടുള്ള ആളുകളും സ്ത്രീകൾ തന്നെ ഒരുപാട് പേര് ഇപ്പൊ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ്, വിമൻസ് ക്ലബ്ബ്, അത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ ആ ക്ലബിലോട്ട് എത്താൻ കാരണം എന്ന് പറഞ്ഞാല് 2007 ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു കുറെ കാലം. അപ്പൊ നാട്ടിൽ തിരിച്ചു വന്ന സമയത്ത് ഞാൻ എന്നുള്ള ഒരു വ്യക്തി മാത്രം റോഡിൽ ഇങ്ങനെ ഫുൾ ടൈം കണ്ടു തുടങ്ങിയപ്പോ ഒത്തിരി എനിക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നായിരുന്നാലും, എന്റെ സൊസൈറ്റിയിൽ നിന്നായിരുന്നാലും, എന്റെ നാട്ടുകാരുടെ മുമ്പിലായിരുന്നാലും, കുടുംബക്കാരുടെ മുമ്പിലായിരുന്നാലും മൊത്തത്തില് എനിക്കിനി എന്തൊക്കെ പേരുദോഷങ്ങളുണ്ടോന്ന് വെച്ചാൽ ചെയ്ത തെറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ഗിയറുള്ള വണ്ടി ഓടിച്ചു. അപ്പോ ഇത് മൊത്തം കേട്ടു. പക്ഷെ സപ്പോർട്ട് എന്ന് പറഞ്ഞാലും ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എന്റെ പാരന്റ്സ് ആണ്. അപ്പൊ അവരുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം വരെയും ഇവിടെ എത്തി. അപ്പോ അന്ന് ഞാൻ ഇത് ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ല, ഇവിടെ നിന്നാല് ശരിയാവത്തില്ല എന്നിട്ട് ഞാൻ അങ്ങനെ കുറച്ചു കാലം തൃശ്ശൂർ പോയി നിന്നു. കോട്ടക് മഹീന്ദ്രയിൽ ജോലി മേടിച്ച് അവിടെ പോയി നിന്നു. സ്വന്തം നാട്ടില് തിരുവനന്തപുരമാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴല്ലേ നാട്ടുകാർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം അവരെന്നെ ചെറുപ്പം മുതലേ കാണുന്നത് ബൈക്കില്ലാത്ത ഷൈനിയാണ്. അപ്പം അടുത്ത ബുള്ളറ്റോടെയുള്ള ഷൈനിയെ കാണുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തൃശ്ശൂർ പോയി. ഞാനൊരു 2010 അവിടെ വരെ നിന്നു. പിന്നെ ഞാൻ കൊച്ചി, കൊല്ലം വഴി വീണ്ടും ഞാൻ 2012 അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ട്രിവാൻഡ്രത്തോട്ട് തന്നെ 2010-11 ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് ഓടിക്കും, പക്ഷേ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 2012 എല്ലാം വിട്ട് ഞാൻ റൈഡിങ് എന്ന ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോ കുറച്ചുകൂടെ മീൻസ് നമുക്കുള്ള നെഗറ്റീവ്സ് കൂടുന്നുണ്ട്. ആ ഒരു ടൈമില് എന്റെ അടുത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്ത് റോഡ് ഇങ്ങനെ പോകുമ്പോ എന്റെ അടുത്തൊന്ന് പലരും ചോദിക്കുമായിരുന്നു,
പിന്നെ ബുള്ളറ്റ് എങ്ങനെ പഠിച്ചു, ആര് പഠിപ്പിച്ചു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരുമ്പോ ഞാൻ പറയും പിന്നെ ഇല്ല, ഞാന് എന്നെ പലരുമായിട്ട് പഠിപ്പിച്ചെടുത്തതാണത്. ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ ഒരു കസിൻ ബ്രദറാണ്, കോവളത്തെ JJ ഡ്രൈവിംഗ് സ്കൂൾ. അപ്പോ ചേട്ടന് നല്ലൊരു രീതിയിലൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഹസ്ബൻഡിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫാദറിന്റെ അടുത്തോ ബ്രദറിന്റെ അടുത്തോ ആരുടെങ്കിലും ഒക്കെ പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. പക്ഷെ 2014 ആയപ്പോ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ചിന്തിച്ചു, അതിനേക്കാളും നല്ലത് ഞാൻ തന്നെ ഇവരെ പഠിപ്പിച്ചാ പോരെ. അങ്ങനെ ഞാൻ പെൺപിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി. അപ്പോഴും ക്ലബ് എന്നൊരു കാര്യം എന്റെ മൈൻഡിലില്ല. ചോദിച്ചു വരുന്ന കുട്ടികളെ പഠിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പഠിപ്പിച്ചിറങ്ങിയപ്പോ അടുത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഈ പഠിക്കുന്നവരെല്ലാം വീട്ടിൽ ചെന്നിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു സൊസൈറ്റി ബോയ്സിന്റെ കൂടെ പെൺകുട്ടികളെ റൈഡ് വിടാൻ ഭയങ്കരമായിട്ട് മടിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ കൊണ്ടുപോകുന്ന വളരെ ചുരുക്കം പേരാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈഡ് പോകുന്ന വളരെ ചുരുക്കം പേരാണ്. അപ്പൊ ഈ പഠിച്ചിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായി ചിന്തിച്ച് അന്നപ്പോ സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു കൂട്ടം പെൺകുട്ടികൾ ഇങ്ങനെ സിറ്റിയിലൂടെ പോകുന്നു. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് പോരാടുന്നതും ഒരു കൂട്ടം പോരാടുന്നതും രണ്ട് വ്യത്യാസമാണ്. അങ്ങനെയാണ് ക്ലബ് എന്നുള്ള ഒരു ചിന്തയിലോട്ട് വന്ന് 2016 നവംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ കനകക്കുന്നിലാണ് ക്ലബിന്റെ ഒരു സ്റ്റാർട്ടിങ്. 24 പേരുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ ഏകദേശം 250ഓളം പേരുണ്ട്. ഇപ്പോ ഏകദേശം ഓൾ കേരള ബേസിൽ നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ക്ലബിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിപ്പ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും? ഈ 24 എല്ലാ മാസവും ഈ മാസം 23, 24 കൊച്ചി ടീം എല്ലാം കൂടെ ട്രിവാൻഡ്രം, വർക്കല, മൺട്രോ, പിന്നെ കോവളം എല്ലാം ചേർത്തൊരു റൈഡ് അവർ ചെയ്യുന്നുണ്ട് 2 ഡേയ്സിന്റെ. ഇപ്പം ഈ ക്ലബ്ബ് ഏതൊക്കെ ജില്ലകളിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്? ഇപ്പൊ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ട്രിവാൻഡ്രവും കാലിക്കട്ടും, കൊച്ചിയും കാലിക്കട്ടും ഉണ്ട്. ബാക്കിയൊക്കെ ഒരു രീതിയിൽ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു. ഓക്കെ, അത് അധികം വൈകാതെ വരും അല്ലേ? അപ്പം ഈ തുടക്കത്തിൽ ഈ ഭയങ്കര നെഗറ്റീവ്സ് ഒക്കെ കേട്ടു. ഏതെങ്കിലും സമയത്തെ വേണ്ട, ഞാൻ ഇനി ഇല്ല എന്ന് തോന്നിയിരുന്നു? ഇഷ്ടം പോലെ. അപ്പൊ പിന്നെ ആ മൊമെന്റിനെ എങ്ങനെ മറികടന്നു? ക്ലബിന്റെ റൈഡിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ക്ലബിന്റെ കാര്യത്തിൽ അങ്ങനെ ഇഷ്ടം പോലെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചേച്ചി ഒരു റൈഡർ എന്നുള്ള നിലയിലൊക്കെ കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറെയൊക്കെ ചേച്ചി റൈഡ് ചെയ്ത് തന്നെ ഈ കുറ്റം പറഞ്ഞവരെയൊക്കെ കാണിച്ചതിന് ശേഷമല്ലേ ഈ ക്ലബ്ബ് തുടങ്ങാന്നുള്ള ആശയത്തിലേക്ക് വന്നത്? മുന്നേ ഞാൻ 2012 ഇവിടെ എത്തിയപ്പോഴേ തന്നെ ഞാൻ മൈൻഡ് ഫുള്ളായിട്ട് ഇതിനു വേണ്ടി ഓക്കെ ആക്കിയിട്ടാ ഞാന്. മീൻസ് എനിക്ക് റൈഡ് ചെയ്യണം. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. നാട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്. കാരണം ഒരിക്കലും നമ്മുടെ നാട്ടുകാര് നമ്മളിപ്പോ ചെറുപ്പത്തിലെ, പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കാരണം എന്റെ നാട്ടുകാർ എന്നെ ചെറുപ്പം മുതലേ കാണാൻ ഞാനൊരു സ്പോർട്സ് പേഴ്സണാ. അന്ന് മുതലേ പിന്നെ എന്താ പറയാ അത്ലറ്റ് ആയിട്ടും ഗെയിംസ് ആയിട്ടൊക്കെ ഞാനിങ്ങനെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും ആയിട്ടൊക്കെ നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവർ ഇത്രയും തന്നെ എതിർക്കാൻ? എനിക്ക് തോന്നുന്നു ഗിയറുള്ള ഒരു വണ്ടി എടുത്തതിന്റെ ആരും ആ ഒരു കാലത്ത് ഓടിച്ചിട്ട് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. അതാണ് ഇപ്പോഴാണെങ്കിലും, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകള് ബുള്ളറ്റ് ഓടിക്കും, ബൈക്ക് ഓടിക്കുമെങ്കിൽ പോലും നമ്മള് നോർമൽ ആയിട്ട് ഇപ്പൊ ഒരു പുരുഷൻ ഇതുവഴി ബുള്ളറ്റ് ഓടിച്ച് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഉള്ള ഒരു നോട്ടമല്ല. ഇപ്പം കുറച്ചും കൂടി പോസിറ്റീവ് വൈബിലാണെങ്കിൽ പോലും, പോസിറ്റീവായിട്ടാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണല്ലോ എന്നാലും അത് പറയും. ആ ഒരു നോർമലൈസേഷൻ വന്നിട്ടില്ല ഇപ്പോഴും. അപ്പൊ അന്നത്തെ കാലത്ത് എന്തായിരിക്കും? പക്ഷെ ഇത്രയധികം സ്ത്രീകൾ വരാൻ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു ഹിസ്റ്ററിയുടെ പാർട്ട് ആവണം, അല്ലെങ്കിൽ എന്റെ പേരിലായിട്ട് എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയധികം സ്ത്രീകൾ ഇപ്പം റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര, ഞാൻ ഹാപ്പി ആവാറുണ്ട്. ഞാൻ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് ഇത്രയും ലേഡീസ് പുറമെ വന്നത് എന്നുള്ള ആ ഒരു സന്തോഷം എന്റെ മനസ്സിൽ. അവര് ചിലപ്പോ എന്നെ അറിയുന്നുണ്ടാവില്ല, ഞാൻ ആരെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഇപ്പൊ ചിലപ്പോ എന്റെ സുഹൃത്തുക്കളെല്ലാം ഇപ്പൊ എന്നെ കളിയാക്കാറുണ്ട്. എവിടെയെങ്കിലും ഇരിക്കും പറയും, ചിലവരൊന്നും ഇരിക്കും റൈഡർ ആണോ? അപ്പൊ ഞാൻ പറയും ചിലപ്പോ ഞാൻ മൂളും. ചിലപ്പോ ആക്കി ചോദിക്കാൻ പറഞ്ഞെടുത്ത് ഞാൻ പറയും ഇല്ല, റൈഡറല്ല. ചിലരൊന്നും ചോദിക്കും ഓൾ ഇന്ത്യ ഒക്കെ പോയിട്ടുണ്ടോ? ഞാൻ പറയും. അപ്പൊ പിള്ളേരല്ലേ കണ്ടതേ വന്ന ആൾക്ക് ചേച്ചീനെ അറിയത്തില്ല. ഞാൻ ചേട്ടാ എല്ലാവരും അറിയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പം അറിയാമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പറയും, ഞാൻ പറയും ജസ്റ്റ് ഇതുപോലെ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലബ് ഉണ്ട് എന്ന് പറയും. ഇല്ലാത്തവരടുത്താണെങ്കിൽ പുഞ്ചിരിയോടുകൂടെ ഞാൻ അവരെ അങ്ങ് ഫേസ് ചെയ്യും. ശരി ശരി. അപ്പം ഈ ബൈക്ക് ഏതാണ്? ഹിമാലയന്റെ പുതിയതാ. എത്ര ബുള്ളറ്റ് ഉണ്ട് ശരിക്കും ഇപ്പൊ? എന്റെ കയ്യിലുള്ളത് ഒരു 650 ആണ്.
പിന്നെ നമ്മുടെ ഇന്റർസെപ്റ്റർ അതിന്റെ ഫസ്റ്റ് ഓണറാണ് ഞാൻ. അതെ അതെ, ലോകത്തിലെ തന്നെ ആദ്യ വനിതാ ഉടമയാണ് ഇന്റർസെപ്റ്ററിന്റെ. ഹിമാലയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ. രണ്ടിന്റെയും കേരളത്തിലെ ഫസ്റ്റ് ഓണറും, ഒന്നിന്റെ വേൾഡ് ഫസ്റ്റ് ലേഡി, ഒന്നിന്റെ ഇന്ത്യ ഫസ്റ്റ് ലേഡി. ഇന്ത്യ ഫസ്റ്റ് ലേഡിയാണ്. ഏതാ കൂടുതൽ ഇഷ്ടം ഓടിക്കാൻ? ഇഷ്ടം ഹിമാലയൻ തന്നെയാണല്ലേ? ഏറ്റവും കൂടുതൽ റൈഡ് പോകുന്നതും ഹിമാലയൻ? ലോങ് റൈഡ് എല്ലാം ഹിമാലയനിൽ തന്നെ. പക്ഷെ ലാസ്റ്റ് ആദ്യ കൈലാസ് ഞാൻ പോയത് പക്ഷെ ഇന്റർസെപ്റ്ററില്ല. ഓ അത് ശരി. എന്നിട്ട് ആ ഒരു ട്രിപ്പ് മാത്രമേ ഉള്ളൂ ഇന്റർസെപ്റ്ററിൽ പോയത്? അതിന് മുന്നേ ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് റൈഡ് ഞാൻ ഒരു ജബൽപൂർ നടത്തി. അതിൽ ഞാൻ പോയത് ഇന്റർസെപ്റ്ററാണ്. 2 ഇന്റർസെപ്റ്റ്, ബാക്കി 3 ഹിമാലയനും. ഇപ്പം ഭയങ്കര കൂളായിട്ട് നമ്മൾ ആദ്യ കൈലാസിൽ പോയ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതത്ര ഇങ്ങനെ പറഞ്ഞു കളയേണ്ട ഒരു സംഭവം അല്ല അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്ലാൻ ഇല്ലാതെ പോയതാ. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തെ കുറിച്ച് അറിയുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, അവിടെ എത്തുമ്പോ അടുത്ത സ്ഥലത്തെ കുറിച്ച് അറിയുന്നു, അവിടെ പോകുന്നു, അടുത്തൊരു സ്ഥലത്തെ കുറിച്ച്, അങ്ങനെ 1 by 1 ആയിട്ട് ഞാന് കവർ ചെയ്ത് ഞാൻ എങ്ങനെയോ ആദ്യ കൈലാസിൽ എത്തിപ്പെട്ടതാ. ആദ്യ കൈലാസ് എന്നൊരു പ്ലാന് എന്റെ അടുത്ത് നൈനിത്താൾ എത്തുന്നത് വരെയും അങ്ങനെ ഒരു പേരേ ഞാൻ കേട്ടിട്ടില്ല. ഓ അത് ശരി. പേര് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ട്രക്കിംഗ് പ്ലേസ് എന്നുള്ള ഒരു ചിന്തയില്ല. അവിടെ ബൈക്ക് കയറ്റി വിടുമെന്നോ ബൈക്കേഴ്സ് പോകുമെന്നോ എന്നുള്ള ഒന്നും എനിക്ക് അറിവില്ല. ജസ്റ്റ് ഞാൻ പോയപ്പോഴത്തേക്ക് അതിന് തൊട്ട് മുമ്പായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ആ സ്ഥലത്ത് പോയിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിന് കുറച്ചിങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് നിൽക്കുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ യാത്ര നടത്തുന്നത്. എന്റെ യാത്ര ആക്ച്വലി ആന്ധ്രാപ്രദേശ് വരെയുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയാണ് ഞാൻ പതിയെ ഛത്തീസ്ഗഡായി, അവിടുന്ന് വാരണാസിയായി, അവിടുന്ന് ലക്നൌവായി, അവിടുന്ന് നൈനിത്താളായി, അവിടുന്ന് അൾമോഡയായി, അവിടുന്ന് പിത്തോറഗഡായി, ദർച്ചിലായി, പിന്നെ ആദ്യ കൈലാസിൽ അവസാനിച്ചു. ആദ്യ കൈലാസിൽ എത്തുന്ന ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ വനിതയാണ്. അപ്പം എന്ത് തോന്നി? ഈ റെക്കോർഡ് സ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടെ പോണെന്ന് വിചാരിച്ചേ പോയ യാത്ര തിരിച്ച ഒരാളല്ല. പോകുന്ന വഴിക്കൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ വേറൊരു ലേഡി വണ്ടി ഓടിച്ച് കയറിയിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം അത് കേൾക്കുന്നത് മിലിറ്ററിന്റെ അവിടെ ഫസ്റ്റ് ഒരു എൻട്രി ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ ഇന്നർ പെർമിറ്റ് പാസ് റെഡിയാക്കണം. അതായത് നമ്മുടെ മെഡിക്കൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് 100 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇൻഡോ ടിബറ്റൻ ചൈന നേപ്പാൾ ബോർഡറിൽ കൂടെ പോവേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ പാസ് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അപ്പോ പിന്നെ ഈ ബോർഡറിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അപ്പൊ നേരത്തെ വന്ന് പെർമിറ്റ് എടുത്ത് ആ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് മാത്രമായിരിക്കണം നമുക്ക് പോകേണ്ടത്. മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ഉണ്ട്. അപ്പൊ ഈ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ പാസ് കൊടുക്കുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്കാണ് ഒരു മിലിറ്ററിയിൽ അവർ പറയുന്നത് ഇതിനു മുമ്പ് ഇവിടെ ഒരു വനിത ഓടിച്ചു വന്നിട്ടില്ല. അപ്പോഴും ഞാനത് അത്രയും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇവര് തന്നെ ഫുൾ ടൈം ഡ്യൂട്ടിയിൽ ഇരിക്കണമെന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഇത് അച്ചീവ് ചെയ്ത് തിരിച്ചിറങ്ങാൻ നേരത്തിന് ഞാൻ താമസിച്ച സ്ഥലം അവിടുത്തെ കുറെ ലോക്കലൈറ്റ്സ് കൂടെ ഒക്കെ വന്നിട്ടാ പറഞ്ഞത് ഫസ്റ്റ് ലേഡിയാണ് നിങ്ങളിവിടെ വന്നേ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു ഞാനിങ്ങനെ ഫസ്റ്റ് ലേഡി എന്നൊക്കെ പറഞ്ഞ് ഞാനിതിനെ FBയില് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യപ്പോ എനിക്കൊരു കമന്റ് വന്നു. ഒരു കമന്റ് മീൻസ് എനിക്കൊരു എന്റെ ഇൻബോക്സിൽ ഒരു ലേഡി എനിക്ക് മെസ്സേജ് ഇട്ടു ഞാനും പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് വിഷമം തോന്നി. അയ്യോ ആക്ച്വലി അവര് പോയതാണെങ്കിൽ ചിലപ്പോ അവരറിയാത്തതായിരിക്കാം. അപ്പോ ഞാനതുകൊണ്ട് ഞാൻ ഇട്ട ഫസ്റ്റ് എന്നുള്ള പോസ്റ്റ് മൊത്തം ഞാനങ്ങ് പെൻവിളിച്ചിട്ട് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ആക്കി. പിന്നീടാണ് ഞാൻ അപ്പൊ ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ അവരെ പ്രൊഫൈൽ പഠിച്ചു നോക്കിയപ്പോൾ അവർ പില്യൺ ആയിട്ടാ പോയത്. പില്യൺ മീൻസ് അവരുടെ ബോയ് ഫ്രണ്ടിന്റെ ബാക്കിൽ ഇരുന്ന് പോയി. അത് ശരി. അങ്ങനെ പോയി. പിന്നെ ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരനും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബൈ മിസ്റ്റേക്ക് ഞാൻ പില്യൺ ആയിട്ടാ വന്നത്, ഓടിച്ചു പോയ ആദ്യത്തെ ലേഡി നിങ്ങൾ തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളെല്ലാം തന്നെ എനിക്ക് ഭയങ്കര വിഷമകരമാണ്. 16,000 മീറ്റർ, അതാണ് 16,000 സംതിങ് ആണ് ഫീറ്റ്. പക്ഷെ ഞാൻ 19,024 ഫീറ്റ് വരെ പോയിട്ടുണ്ട്. വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡായ ഉംലിംഗ്ല പാസില് 2023 22 ഞാൻ പോയിട്ടുണ്ട്. അതാണ് വേൾഡിലെ ഹയസ്റ്റ്. അതിന് മുന്നേ 2017 പോകുമ്പോൾ ഖർദുംഗ്ലായിരുന്നു വേൾഡിലെ ഹയസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഉംലിംഗ്ലായപ്പോ ഉംലിംഗ്ലയും പോയി ടച്ച് ചെയ്തു. അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഓടിച്ചു പോയിട്ടുള്ള ആദ്യത്തെ വനിത ഇതിലൊന്ന്. ഞങ്ങൾ 3 പേരാ പോയി. 3 ക്ലബിലെ 3 ലേഡീസ് പോയി. അതിലൊരാള്
ഞാനാണ്. പിന്നെ അതിനുശേഷമാണ് ഇപ്പൊ ആദിക കൈലാസും പോയത്. എനിക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടം. ആ റെക്കോർഡിനോട് എനിക്ക് ഭയങ്കര ഹരമായിരുന്നല്ലേ? ഹരമല്ല, ഇപ്പൊ ഹരമായി പോയി. ഒന്നൊന്നും കിട്ടി. എത്ര ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ടാവും? 5 തവണ. എന്റെ ചേച്ചി ഒരു മനുഷ്യന്റെ ഉണ്ടല്ലോ ജീവിതാഭിലാഷം, അതായത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും 98% ആൾക്കാരും. അവരോടാണ് ചേച്ചി പറയുന്നത് 5 വട്ടം ഞാൻ പോയിട്ടുണ്ടെന്ന്. എങ്ങനെയാ, അതായത് ഇപ്പം ഒരു തവണ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി കഴിഞ്ഞു, പിന്നെയും പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? നേരത്തെ എന്റെ അടുത്ത് ചോദിച്ചില്ല ഒരു ചോദ്യം, അവിടത്തെ എങ്ങനെയായിരുന്നു അവിടത്തെ ഒരു ഇതെന്ന്. അപ്പൊ അവിടെ നിൽക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്, ഇനി വയ്യ, ഇനി എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു നമ്പർ 1 ആസ്മ പേഷ്യന്റാ. ഓ അത് ശരി. ഇൻഹേലർ യൂസ് ചെയ്തും ഡൈമോക്സിന്റെ ഗുളിയൊക്കെ കഴിച്ച്, അതായത് ഇപ്പൊ നമ്മള് വണ്ടീന്റെ അടുത്ത് ഇത്രയും നടന്നത് ഞാൻ വളരെ കൂളായിട്ടാണ് നടന്നേ. ഇതേ നടത്തം ഞാൻ ആ സ്ഥലത്താണെങ്കിൽ ഈ വലിയായിരിക്കും, ഞാൻ വലിച്ച് കിതച്ചിട്ടാ ഞാൻ പോകുന്നേ. അപ്പോ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഇനി ഞാൻ ഇവിടെ വരത്തില്ല, നിർത്തി, ഇനി എന്നെ കൊണ്ട് പറ്റുന്ന പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് അച്ചീവ് ചെയ്ത് ഈ ശ്വാസം കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, താഴെ ഇറങ്ങി വരുമ്പോ തിരിഞ്ഞു നിന്നൊരു അടുത്ത് എന്റെ ഒരു ഇതുണ്ട്, ഇനി അടുത്ത് എപ്പോഴും വരാം. ഇത് സ്ഥിരമുള്ള പല്ലവിയാണ്. പറയും ഞാൻ, ഇനി ഞാൻ വരത്തില്ല, ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി എനിക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ റൈഡ് തുടങ്ങുമ്പോ ഇതൊന്നും എന്റെ മൈൻഡിൽ വരത്തില്ല. എങ്ങനെയെങ്കിലും ആ സ്ഥലം അച്ചീവ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞാൻ 2022 ഈ 2 ലേഡീസിനെയും കൊണ്ടുപോയ സമയത്ത് അവർക്കൊക്കെ അറിയാം, പാങ്കോ അതായത് തുർത്തുക്ക് എന്ന് പറയുന്ന വില്ലേജ്, ലാസ്റ്റ് വില്ലേജ് ആണ്. ആ വില്ലേജിൽ നിന്ന് കവർ ചെയ്ത് പാങ്കോങ് ലേക്കിലോട്ട് വരുന്ന വഴിക്ക് പിന്നെ ഒരു ചെറിയൊരു റിവർ ക്രോസിംഗ്, അങ്ങനെ ഭയങ്കര വെള്ളമൊന്നുമില്ല. ക്രോസിംഗ് വന്ന് അതിന്റെ മിഡിൽ എത്തിയപ്പോഴത്തേക്ക് ആക്ച്വലി എനിക്ക് വണ്ടി ഫ്രണ്ടിലോട്ടും പോകുന്നില്ല, വണ്ടി ബാക്കിലോട്ടും, കാരണം എന്റെ കൈ അങ്ങ് സ്റ്റക്കായി, ഞാനും അങ്ങ് സ്റ്റക്കായി ഫീലായി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എനിക്കറിയാം എന്റെ കയ്യിൽ ഇൻഹേലർ ഉണ്ട്, എന്റെ ഈ ഭാഗത്തുണ്ട്, പക്ഷെ ബാഗിന്റെ ഈ ഭാഗത്തുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്റെ കൂടെ വന്ന 2 ലേഡീസ് എന്ന് പറഞ്ഞത് അവര് എന്നെക്കാളും കഷ്ടപ്പെട്ട വണ്ടി ഓടിക്കുന്നത്. അവരെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവന്നത് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ല, ഫുൾ ഓഫ് റോഡാ, ഹെവി ഓഫ് റോഡാ. അപ്പൊ ഒരിടത്ത് വണ്ടി വെക്കാനെന്ന് പറഞ്ഞാൽ അവരെ വണ്ടി അവരെ കയ്യിൽ നിന്ന് പോകും, അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ ആ വഴി പോയൊരു തമിഴ്നാട് ചേട്ടൻ വന്നിട്ട് പുള്ളിക്ക് മനസ്സിലായപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, ശ്വാസം മുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ശ്വാസം മുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻഹേലർ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു, ചേട്ടൻ എടുത്ത് ലാസ്റ്റ് അടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മള് ഈ റൈഡേഴ്സ് ഒക്കെ അങ്ങോട്ട് പോകുമ്പോ, ഇപ്പൊ ഞാൻ ആദ്യം 2017 എനിക്ക് തെറ്റായ തീരുമാനമാണെങ്കിലും പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് വന്നതിനനുസരിച്ച് നല്ല സപ്പോർട്ടുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടമാതിരി കിട്ടിയിട്ടുണ്ട്. ഈ പക്ഷെ പൊതുവെ ഈ സ്ത്രീകളെ അതായത് വിടാൻ സമ്മതിക്കാത്തത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കുറവുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ അവര് പറയുന്ന ഒരു മെയിൻ കാര്യം, സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര പോയി കഴിഞ്ഞാൽ സുരക്ഷിതമല്ല, ഓർത്ത് പേടിച്ചിട്ടാണ്, യാത്ര ഓർത്ത് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ടാണ്, ആളുകളൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഓർത്തിട്ടാണെന്ന്. അപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആകപ്പാടെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് ഞാൻ ജബൽപൂർ എത്തിയ ഒരു സമയത്ത് മാത്രമാണ്. അതായത് അതും ഞാൻ 2022 മോന്റെ അഡ്മിഷൻ ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞിട്ട്, അത് ഏപ്രില്. അപ്പൊ ഞാന് അവനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു അപ്പോഴല്ല ആ സെപ്റ്റംബറിൽ ഞാനൊരു ജബൽപൂരിലെ റെക്കോർഡ് അറ്റംപ്റ്റ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിലോട്ട് തിരിച്ചു വരാൻ വീണ്ടും 2800 കിലോമീറ്റർ ഉണ്ട്. നോക്കിയപ്പോ 900 കിലോമീറ്ററേ ഉള്ളൂ മോന്റെ അടുത്ത് എത്താൻ. അപ്പൊ ഞാൻ നേരെ യാത്ര മോന്റെ അടുത്തോട്ടാക്കി. അപ്പൊ ഈ പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ അത് എന്റെ ബൈ മിസ്റ്റേക്ക് കൂടെ ആയിരിക്കാം ചിലപ്പോ, ഞാൻ റൂട്ട് നോക്കുന്നില്ല, ഒരു കാട്ടിനകത്തൂടെ പോകുന്നത്. അപ്പൊ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നേരെ ചൊവ്വേ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ. പക്ഷെ ഈ പോകുന്ന വഴിക്ക് പോയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വലിയ കാടിനകത്തൂടെയാ പോകുന്നത്. അപ്പൊ അവിടെ ഒരു ഗൂഗിൾ പേയോ ഒരു നെറ്റോ ഒന്നുമില്ല. ലാസ്റ്റ് എനിക്കൊരു ഉച്ച കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു ചോളം നിൽക്കുന്ന ചേട്ടനെ. അപ്പൊ ഞാൻ ഇതിച്ച് എന്തായാലും അവിടെ ചെന്ന് ചോളം എങ്കിലും കഴിക്കാം, കാരണം വിശന്നു പോയി, വെള്ളവും കുടിച്ച് ചോളവും കഴിക്കുമ്പോ ഓക്കെ ആവുമല്ലോ വെച്ചിട്ട് ഞാൻ ചോളം വാങ്ങി ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോ ഒരു ആളായി വന്ന് എവിടെ നിന്ന് വരുന്നു, രണ്ടാമത്തെ ആളായി എവിടെ നിന്ന് വരുന്നു, മൂന്നാമത്തെ ആളായി അവസാനം ചോദിച്ചു ആ വില്ലേജ് മൊത്തം അവിടെ വന്നു. പിന്നെ ഞാൻ എന്തിന് വന്നു, ഞാൻ എവിടെ പോണു, എന്തിനു പോണു എന്നുള്ളതായി, നിങ്ങൾ മാവോയിസ്റ്റ് ആണോ പോലീസാണോ, പിന്നെ ആ ചോദ്യമായി ഏകദേശം എന്റെ ഒരു 4-4.5 മണിക്കൂർ സമയം അവിടെ പോയി കിട്ടി. അവസാനം അവർക്ക് മനസ്സിലായി. ഞാനപ്പോ
നെറ്റില്ല, ഗാലറിയിലൊക്കെ കിടന്ന എന്റെ ഫോട്ടോസ്, എന്റെ മോന്റേത് ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ റൈഡറാണ്, ഞാൻ ഇതല്ല, മീൻസ് ഞാൻ എന്റെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാണ്, മോന്റെ അടുത്ത് പോകണം. അപ്പൊ ഞാൻ ഇതെല്ലാം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് അവരെന്നെ അവസാനം പോകാൻ അനുവദിച്ചു. അപ്പൊ പോകാൻ അനുവദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോയി നേരെ ഞാൻ ചെന്ന് എനിക്ക് ഝാൻസിയിലെത്തണം. അപ്പൊ ഞാൻ നേരെ ചെന്ന് നാഷണൽ ഹൈവേ കയറി. ഏകദേശം ഇരുട്ടി 9 മണിയൊക്കെ ആയപ്പോ എന്റെ ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്റെ UP-യിലുള്ള പോലീസ് സുഹൃത്തുക്കളൊക്കെ അറിയുന്നവരെല്ലാം വിളിച്ചിട്ട് പിന്നെ എന്നെ എല്ലാരും കൂടെ തെറി പറയാൻ തുടങ്ങി. നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ രാത്രിയിൽ ഈ റൂട്ട് വണ്ടി ഓടിക്കാൻ? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ രാത്രി വണ്ടി ഓടിക്കുന്ന വ്യക്തിയല്ല. ഞാൻ അങ്ങനെയുള്ള ചില നിമിഷങ്ങളിൽ മാത്രമേ രാത്രി യാത്ര ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും രാത്രി യാത്ര ചെയ്യരുത്. ഈ 4.5 മണിക്കൂർ നിന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ 6 മണിക്കിപ്പുറം എനിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തുമായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ചെയ്ത അടുത്തതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇറങ്ങേണ്ടതായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും ഒരു യാത്ര ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഒരു 4 മണിക്കോ 4:30ക്കോ ഇറങ്ങി വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പേ ഡെസ്റ്റിനേഷൻ എത്തുക. ഈ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? ഈ ആളുകള് ഉപദ്രവിക്കോ അല്ല അങ്ങനെ മിക്കവാറും ഒക്കെ നമുക്ക് ഈ നോർത്ത് ഇന്ത്യ സൈഡിൽ പോയ പിടിച്ചു പറി കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അവര് ചിലപ്പോ നമ്മൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോ നമ്മൾ ഈ റൈഡിംഗ് ഗിയറൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോ ഒരിക്കലും അവർ അറിയുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോ എന്റെ ഈ തലമുടി ഉണ്ട് കാരണം മാത്രം പെണ്ണാണെന്ന് ഇന്ന് ചെക്കന്മാരും മുടി വളർത്തുന്നുണ്ട്. അതെ അതെ ശരിയാ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ പിടിച്ചു പറിക്കാനായിരിക്കാം ചിലപ്പോ അവർ നിർത്തുന്നത്. പിന്നെ ആയിരിക്കാം അവരറിയാൻ പോകുന്ന പെണ്ണാണെന്ന് പോലും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ റോഡിന്റെ കണ്ടീഷൻ പോലും നമുക്ക് അറിയത്തില്ല എങ്ങനത്തെ റോഡാണ്. 3, നമുക്ക് ഈ വണ്ടി വഴിയിൽ വെച്ച് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാല് നമ്മളൊന്ന് ബുദ്ധിമുട്ടണം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന ആള് ബുദ്ധിമുട്ടണം. എത്രയോ പേരെ നമ്മളൊരു രാത്രി കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം സേഫ് ആണോ ഇല്ലേ എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ ഒറ്റപ്പെട്ട വല്ലതും സ്ഥലങ്ങളും ആണെങ്കിൽ ഇപ്പൊ ഈ ലാസ്റ്റ് ജാർഖണ്ഡിൽ ഒരു സംഭവം നടന്നു. ഇപ്പോ ഭയങ്കര സങ്കടമുണ്ട് ആ ഒരു സംഭവത്തില്. കാര്യം എന്ന് വെച്ചാല് ഒരു ഹസ്ബൻഡും വൈഫും വരുന്ന ടൈമിലാണ് അവർക്ക് ഈ ഒരു പീഡനമായിട്ട്. പക്ഷെ അത് അങ്ങനെയുള്ള ഒരു സ്ഥലം ഇപ്പൊ നമുക്ക് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഛത്തീസ്ഗഡ് നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും മാവോയിസ്റ്റുകളെയൊക്കെ നമ്മൾ പേടിക്കുന്ന ഒരു പിന്നെ സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ UP-ന്റെ ഭാഗങ്ങള്, ബീഹാറിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നമ്മള് എന്താ പറയാനാ ടെൻഷൻ അടിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരു കണക്കിന് എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള കാര്യം, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ പറ്റുമെങ്കിൽ അത്യാവശ്യം ആ സ്ഥലത്തിനെ കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും സ്റ്റഡി ചെയ്യുക, അവിടുത്തെ വ്യക്തികൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ യാത്ര തുടരുക. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. കാരണം ഈ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവരൊന്നും സാക്ഷരതയോ അങ്ങനെയൊന്നും ഇല്ല. മീൻസ് അവർക്ക് നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ വയനാടൻ കാടുകളിലൂടെയോ അല്ലെങ്കിൽ വല്ല മൂന്നാറിന്റെ കാടുകളിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോഴും പഴയ ഒരു രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ തന്നെയല്ലേ മറ്റു സ്ഥലങ്ങളിൽ. നമ്മളിപ്പോ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ കൂടെ അല്ലെങ്കിൽ കൊച്ചി സിറ്റിയിൽ കൂടെ പോകുന്ന ലെവലില് നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന വയനാട് കാടുകളിൽ കൂടെ രാത്രി പോവോ? ഒരിക്കലും പോകത്തില്ല. മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത, മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരുണ്ട്. പക്ഷെ നൈറ്റ് റൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇവിടെ നിന്ന് ബാംഗ്ലൂരൊക്കെ എല്ലാവരും അവരെല്ലാം രാത്രി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ അവർ സ്ഥിരം പോകുന്നവരാ. അപ്പൊ ഞാൻ അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, രാത്രിയിൽ വണ്ടി പണി കിട്ടിയിട്ടൊക്കെ ഇരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾക്ക് രാവിലെ റൈഡ് ചെയ്താൽ പോരെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് വൈകുന്നേരം 6 മണിക്ക് മുമ്പേ പിടിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, രാവിലെ കഴിച്ച് വണ്ടി ഓടിക്കുക. ഇപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു ട്രിപ്പിന് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ചേച്ചി സൂചിപ്പിച്ചു, ഒന്ന് ആ സ്ഥലത്തിന്റെ ജോഗ്രഫി പഠിക്കുക, അവിടുത്തെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ അല്ലാതെ സോഷ്യൽ എക്കണോമിക് സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അല്ല, ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ വണ്ടീന്റെ കണ്ടീഷൻസ് ഉണ്ട്, വണ്ടി നോക്കണം. അതുപോലെ തന്നെ ഫുൾ റൈഡിംഗ് ഗിയർ ഇടുക. ഇപ്പം ഇവിടെ വരെ വന്നതുകൊണ്ട് ഞാനൊരു ജാക്കറ്റ് മാത്രം ഇട്ട് വന്നു. ജീൻസ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, റൈഡിംഗ് പാൻസ് ആണ്, ബൂട്ടാണ്, ഗ്ലൗസ് ഉണ്ട്, പിന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മളെ സുരക്ഷയ്ക്ക്, കാരണം ഈ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്റെ എത്രയോ ആക്സിഡന്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ. ഹെവി ആക്സിഡന്റ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാല് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടതെല്ലാം തന്നെ റൈഡിങ് ഫുൾ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് റൈഡ് ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് റൈഡ് ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നവരുണ്ട്, ഇവ റൈഡിങ്ങിലോട്ട് കാലെടുത്ത് വെച്ചവരുണ്ട്, അവരുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും റൈഡ് ചെയ്യുന്ന സമയത്ത് റൈഡിംഗ് ഗിയർ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അതേപോലെ
ഈ റൈഡ് ചെയ്ത് പോയാൽ മാത്രം പോരല്ല, ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ല, അത്യാവശ്യം ഈ വണ്ടി നന്നാക്കാനും ടയർ മാറ്റിയിടാനും ഒക്കെ കൂടി പഠിക്കണം, വേണം. പഠിക്കണം. പക്ഷെ എനിക്കത് അറിയത്തില്ല. ഞാൻ ആ എക്സ്പ്രഷനിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാല് ഇത്രയും വർഷമായിട്ട് ഞാൻ റൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം വണ്ടി ഇവിടുന്ന് കണ്ടീഷൻ ചെയ്ത് പോകും. ഇടയ്ക്ക് വെച്ച് കംപ്ലൈന്റ് വന്നിട്ടില്ല വെച്ചാൽ കംപ്ലൈന്റ് വരും. അപ്പത്തേക്കും ഞാൻ റോയൽ എൻഫീൽഡിനെ വിളിക്കും. സത്യം പറഞ്ഞാല് ഈ നിമിഷം വരെ നല്ലൊരു സപ്പോർട്ടാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്. ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ ജേർണിയിലൊക്കെ? ഞാൻ ഇവിടുന്ന് യാത്ര പോകും മുമ്പേ അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടോ ഞാൻ ഇറങ്ങുവാണ്, വഴിയിലൊന്ന് എന്റെ വിളി വരും, എനിക്ക് വരാം. അപ്പോ ഒരു റൈഡ് പോകുന്ന സമയത്ത് ഞാൻ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അല്ലാത്ത സമയത്ത് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ സ്റ്റേറ്റ് ഹെഡിനെയൊക്കെ സർവീസിന്റെ വിളിച്ചു കഴിഞ്ഞാല് പുള്ളി വേണമെങ്കിൽ കോള് കട്ട് ചെയ്യാം, എടുക്കാതിരിക്കാം. പക്ഷെ ഞാനൊരു ഓൾ ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു മെയിൻ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കും. പുള്ളിക്ക് അറിയില്ലെങ്കിൽ പിന്നെ അത് പോയിട്ട് ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ ഞാൻ യാത്ര ചെയ്താൽ തന്നെയും എനിക്ക് വിളിക്കാനായിട്ട് എനിക്കൊരു വ്യക്തി എന്ന് പറയാം, മീൻസ് സ്വന്തം ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഇപ്പോഴത്തെ സർവീസ് ASM ഉണ്ട്, ലാരൻ ജോസഫ്. പുള്ളിക്കാരനാണ് മൊത്തത്തിൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താവശ്യം വന്നാലും ഏത് സ്ഥലത്ത് നിന്ന് ആവശ്യം വന്നാലും ഞാൻ അവിടെ നിന്ന് വിളിക്കും. കാരണം ഇതുപോലെ എന്റെ വണ്ടിയിൽ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയാണ്. അപ്പോഴേ മാം അവിടെ വെയിറ്റ് ചെയ്യൂ, എവിടെയാണ് നിൽക്കുന്നത് ആ സ്ഥലം, അല്ലെങ്കിൽ എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഷോറൂമിന്റെ ലൊക്കേഷൻ തരും. ഇല്ല എന്റെ വണ്ടി ഓടുന്ന കണ്ടീഷൻ അല്ല എങ്കിൽ എവിടെയാണ് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അടുത്തുള്ള ഷോറൂമില് നിയറസ്റ്റ് ഷോറൂമിലുള്ള ആൾക്കാർ വന്ന് വണ്ടി നന്നാക്കി എന്നെ നന്ന ഭംഗിയായിട്ട് തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. ചേച്ചി ആയതുകൊണ്ടാണോ അവരുടെ ഹെൽപ്പ്, അതോ റോയൽ എൻഫീൽഡിൽ ആര് യാത്ര ചെയ്താലും ഇങ്ങനെ ഒരു അത്യാവശ്യം അവര് RSA നല്ല സപ്പോർട്ടുണ്ട്. RSA എടുത്തിട്ടുള്ള എല്ലാവർക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും വർഷമായിട്ട് റൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പരിഗണന അവരെനിക്ക് തരുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും റൈഡേ ഭ്രാന്തും ഇത്രയും റെക്കോർഡുകൾ ഇട്ടാറുണ്ടല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണല്ലോ അത്. അപ്പൊ ചേച്ചി നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞാലോ? തീർച്ചയായിട്ടും. അപ്പൊ ഷൈനി ചേച്ചിയിലെ